ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് സമയമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തതിന് എനിക്ക് ഒത്തിരി റെസ്പോൺസാണ് കിട്ടിയത്. നമ്മൾ അറിയില്ല കേട്ടോ, നമ്മൾ എന്തുമാത്രം ആൾക്കാരാണ് കഷ്ടപ്പെടുന്നത്. ഓക്കെ, ഞാൻ തന്നെ എനിക്ക് വന്ന മെസ്സേജുകൾ കണ്ടിട്ട് ഞാൻ തന്നെ ഷോക്കായിപ്പോയി. ഓക്കെ, ഇത്രയും പേര് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ച് നീറി കഴിഞ്ഞ ഒത്തിരി പേരുണ്ട്. ഓക്കെ, അപ്പം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. കുറേ പേർക്കൊക്കെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റി. എനിക്ക് ഇന്നലെ ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് 2 പിള്ളേരുണ്ടല്ലോ, അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും നമ്മൾ തിരക്കാണ്. അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയും ഒത്തിരി ആൾക്കാരുണ്ട്, എന്താ പറയുക, നമ്മളെ ഗ്രൂപ്പിൽ ചേരണോ അല്ലെങ്കിൽ മെൻ്റലി അവർ പ്രിപ്പയർഡ് ആയിട്ടില്ല എന്ന് ഞാൻ പറയും. ചിലപ്പം അവർക്ക് ആ ഒരു നമ്മുടെ മക്കൾ എപ്പോഴും നല്ല രീതിയിൽ പുറം ലോകം കാണണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ആസ് എ പേരൻ്റ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ചില ആൾക്കാർക്ക് കപ്പിൾ ഓഫ് ഇയേഴ്സ് എടുക്കും അക്സെപ്റ്റ് ചെയ്യാൻ, ചില ആൾക്കാർക്ക് ഒത്തിരി നാളെടുക്കും അല്ലേ. സോ എനിക്ക് തോന്നുന്നത് കുറേ പേരൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഓക്കെ, എൻ്റെ കൊച്ചിനൊരു ഡിസബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് റോങ് വിത്ത് മൈ ചൈൽഡ് അല്ലേ, അതെന്താണെന്ന് അറിയില്ല. ഓക്കെ, നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോർമൽ, ഒരു സമയമാകുമ്പം കൊച്ചു ഓക്കെ ആയിക്കോളും. എസ്പെഷ്യലി ഞാൻ പറയുന്നത് ഈ ഫോറിൻ കൺട്രീസിലുള്ള പേരൻസിനോടാണ്. ഓക്കെ, അവർക്ക് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ടും വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സപ്പോർട്ടിന് ആൾക്കാർ വളരെ കുറവാണ് അല്ലേ. ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഫ്രണ്ട്സിനാണെങ്കിലും ഈ സിമിലർ നീഡ്സ് ഉള്ള പിള്ളേരുള്ള പേരൻസിന് മാത്രമേ നിങ്ങളുടെ വിഷമം എക്സാക്ട്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റെഡി ആകുമ്പോൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ മൈൻഡ് പ്രിപ്പയർ ആകുമ്പോൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ കംഫോർട്ടിന് വേണ്ടിയും അല്ലെ നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ വെച്ച് നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളുടെ കാര്യം പറയാതിരിക്കുകയോ അതിനെതിരെ ആക്ഷൻ എടുക്കാതിരിക്കുകയോ ചെയ്യരുത്. കാരണം അത് അൾട്ടിമേറ്റ്ലി അവരെയാണ് ബാധിക്കുന്നത്. ഓക്കെ, ആ സേർലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ, ആ സേർലി അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് അവരുടെ ഫ്യൂച്ചറിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ പറഞ്ഞത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. ഓക്കെ, ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിക്കഴിയുമ്പോഴും ചിലപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാർ അതിനകത്ത് കാണും. ഓക്കെ, അങ്ങനെ വരുമ്പം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇറ്റ്സ് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം. ഇപ്പം കോൾ ചെയ്യണമെങ്കിൽ അങ്ങനെ, മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ്, വീഡിയോ കോൾ ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യാം. പിന്നെ എന്നോട് പറയുന്ന എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആയിരിക്കും. നമ്മൾ വേറെ ഒരാളോട് പറയത്തില്ല. ഓക്കെ, നമ്മൾ ഒരു ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ, വേറൊരാളും അത് അറിയത്തില്ല. സോ അങ്ങനെ ഒരു പേടി വേണ്ട. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ട് ഇനി നമ്മുടെ ഫ്രണ്ട്സ് അറിഞ്ഞാലോ അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഇങ്ങനൊരു സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പം എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു. ഞാൻ അവരോട് മോർ ഇൻഫർമേഷൻ ചോദിച്ചു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയണം കൊച്ചിൻ്റെ ഡിസബിലിറ്റി എന്താണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, UK-യിലാണോ? കാരണം UK-യിൽ നമുക്ക് പലതരത്തിൽ ഉള്ള പ്രോസസ്സുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നമുക്ക് ഈ സ്പെഷ്യൽ ഗ്രൂപ്പ് കിട്ടാൻ ബ്ലൂ ബാഡ്ജ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ആ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾ എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുമ്പം നിങ്ങൾ എവിടെയാണെന്നും കൊച്ചിന് എത്ര വയസ്സുണ്ടെന്നും, ജെൻഡർ ഒരു മാറ്ററല്ല, ജെൻഡർ പറയണം നിർബന്ധമില്ല, കൊച്ചിന് എത്ര വയസ്സുണ്ടെന്നും, പിന്നെ കൊച്ചിനെ ഡയഗ്നോസിസ് ചെയ്തതാണോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ എ ഡയഗ്നോസിസ് ആണോ,
പിന്നെ നിങ്ങൾ എന്ത് വിസയിലാണ് നിൽക്കുന്നത്, കാരണം നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കെയർ വിസയിലാണോ നിൽക്കുന്നത്, അത്. പിന്നെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് അതും കൂടെ പറയണം. കാരണം എനിക്ക് വന്ന മെസ്സേജുകളിൽ ചില ആൾക്കാർ സിംഗിൾ പേരൻ്റ് ഉണ്ട്, ഓക്കെ, വിത്ത് ഡിസേബിൾ ചിൽഡ്രൻ. അപ്പോൾ നോക്കണം എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്, അല്ലേ? എങ്ങനെയായിരിക്കും അവർ ഉറങ്ങാൻ പറ്റുമോ അവർക്ക്, എന്തുമാത്രം കരയുന്നുണ്ട്, ഓക്കെ. ഇതെല്ലാം നമുക്ക് എന്താ പറയുക, അവർക്ക് നല്ലൊരു കോൺഫിഡൻസും ഒക്കെ മുമ്പോട്ട് നല്ലൊരു ലൈഫ് സർവൈവ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കാനാണ് നമ്മൾ ഇങ്ങനെയൊരു ഡിസ്കഷനും ഇങ്ങനെയൊരു ഗ്രൂപ്പും തുടങ്ങുന്നത്, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്യാം. അതനുസരിച്ചിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്താണെങ്കിൽ പ്രോസസ്സുകൾ വളരെ ഡിഫറൻ്റ് ആണ്, അല്ലേ? അതിനുവേണ്ടി മാത്രമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് മെസ്സഞ്ചറിൽ സെൻഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പം ഞാനത് നോക്കും, റിപ്ലൈ ചെയ്യും, ഞാൻ നിങ്ങളെ വിളിക്കും, ഓക്കെ. അപ്പം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ഇനി സമയം കിട്ടുമ്പം മറ്റൊരു വീഡിയോ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ.